എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബൗണ്ടി ചോക്ലേറ്റിന്റെ റെസിപ്പിയാണ്. കുട്ടികൾ മുതൽ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു ചോക്ലേറ്റ് ആണ് ബൗണ്ടി. അത് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ വളരെ കുറച്ച് ചേരുവകൾ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ആ ഒരു ടേസ്റ്റ് ആണെങ്കിൽ പോലും നമ്മൾ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചു കഴിക്കുന്ന ഒരു സെയിം ടേസ്റ്റിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കുട്ടികൾ മുതൽ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു ബൗണ്ടിയെ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഈ ഒരു ബൗണ്ടി ഉണ്ടാക്കാനായിട്ട് നമുക്ക് വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി. അതിലൊന്നാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഈ ഒരു തേങ്ങ നമ്മൾ എടുക്കുമ്പോൾ അപ്പോൾ തന്നെ നമ്മൾ ഫ്രഷ് ആയിട്ട് ചിരവി എടുത്ത ഒരു തേങ്ങയല്ല. ഇതുപോലെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആയിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാനും കിട്ടും, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഈ ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ട് വീട്ടിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മുമ്പ് ഒരു സ്വീറ്റ് ചെയ്ത സമയത്ത് ഞാൻ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കാവുന്നതാണ്. വളരെ എളുപ്പമാണ്. നമ്മൾ തേങ്ങ പൂളി എടുത്തതിന് ശേഷം തേങ്ങയുടെ ഒരു ബ്രൗൺ സ്കിന്നിന് മുകളിലുള്ളത് അങ്ങ് കളയുക. എന്നിട്ട് ഒരു വൈറ്റ് മാത്രം എടുത്തിട്ട് ചെറിയ പീസാക്കി മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് ഏതുപോലെ ഈ ഒരു പരുവത്തിനൊക്കെ പൊടിഞ്ഞ് കിട്ടുന്ന ഒരു പാകത്തിനൊന്ന് പൊടിച്ചിട്ടെടുക്കുക. എന്നിട്ട് നമ്മൾ അതെല്ലാം കൂടെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ചൂടാക്കി ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. ഡ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണേ, ഇതുപോലെ ഈ ഒരു കളർ തന്നെ ആയിരിക്കണം, ആ ഒരു വൈറ്റ് കളർ അങ്ങ് മാറരുത്. അപ്പോൾ 250 ml ഈ ഒരു കപ്പിൽ 2 കപ്പ് അളവിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു 1.5 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കാം. 2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടിന് 1.5 കപ്പ് കറക്റ്റാണ് പാല് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഫുൾ ഫാറ്റ് പാല് തന്നെ ചേർത്ത് കൊടുക്കണേ. ഈ ഒരു പാലിലേക്ക് നമുക്ക് ഒരു 3/4 കപ്പ് അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ലാസ്റ്റ് ഒരു 1/4 കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കണമെന്നില്ല. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ ഈ ഒരു 3/4 കപ്പ് പഞ്ചസാരയ്ക്ക് പകരം നമ്മൾ 1 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ തീയെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് തന്നെ നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കുക. ആ ഒരു പാലൊക്കെ ചൂടായി പഞ്ചസാര അതിൽ കിടന്ന് നന്നായിട്ടൊന്ന് അലിഞ്ഞു വരണം. ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വരുന്ന ഈ ഒരു സമയത്താണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 കപ്പ് അളവിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളൊരു മീഡിയം ഫ്ലെയിമിലേക്ക് തീയാക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഞാൻ 1 നുള്ളി ഉപ്പും കൂടി ഇട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഒരു 1/4 കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്തൊന്ന് ഇളക്കിയിട്ടെടുക്കുകയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കണമെന്നില്ല. ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും. ഇത് ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ നമ്മൾ ആദ്യം ചേർത്ത ഒരു 3/4 കപ്പ് പഞ്ചസാരയ്ക്ക് പകരം 1 കപ്പ് പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഈ ഒരു പരുവത്തിൽ നിന്ന് മാറി ആ ഒരു പാലൊക്കെ വറ്റിയൊന്ന് ഡ്രൈ ആയി നമുക്ക് കിട്ടണം. അപ്പോൾ അതുവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇളക്കി കൊടുക്കുന്ന സമയത്ത് തീ ഒരുപാട് നമ്മൾ കൂട്ടി വെച്ച് കൊടുക്കരുത്. തീ ഒരുപാട് നമ്മൾ ഹൈയിലിട്ട് കൊടുത്താൽ അതങ്ങ് അടിക്കും പിടിക്കും, പിന്നെ ഒരു വൈറ്റ് കളറും അങ്ങ് മാറിപ്പോവും. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ മാറ്റി മാറ്റി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് കണ്ടില്ല, ഏകദേശം ഒന്ന് റെഡിയായി വരുന്നുണ്ട്. ആ ഒരു പാലിൻ്റെ ഒരു മയം ഇതിൽ കാണാൻ പാടില്ല. ചെറിയതായിട്ട് നമ്മളൊന്ന് ഡ്രൈ ആക്കി തന്നെ എടുക്കണം. ഇത് കുറച്ച് ലൂസായിട്ട് ഇരുന്നാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉരുട്ടിയിട്ട് ഒരു ഷേപ്പ് ആക്കി എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആക്കി തന്നെ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഞാൻ മാറ്റി മാറ്റി ഇട്ട് കൊടുത്തിട്ട് ഒരു 15 to 18 മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്കും നല്ല പോലെ തന്നെ ഇതുപോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം. ഇതുപോലെ ഈ ഒരു പരുവത്തിന് നമ്മൾ ആക്കിയെടുത്താലേ നമുക്കത് ഷേപ്പ് ആക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് കണ്ടില്ല, ഇതുപോലെ ഈ ഒരു പരുവായി വന്നാലും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ആ ഒരു ചൂടുള്ള പാത്രത്തിൽ തന്നെ നമ്മൾ വെച്ച് കൊടുക്കരുത്. വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് വെതറി ഒന്ന് ഇട്ട് കൊടുക്കാം. അതിന് ചൂടൊന്ന് കുറയാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഒരു ചൂടൊന്ന് കുറഞ്ഞു വന്നാലും നമുക്ക് ആ ഒരു ഷേപ്പ് ആക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു ചൂടോട് കൂടിയിട്ട് നമ്മൾ ഉരുട്ടിയാൽ കയ്യിലും അങ്ങ് ഒരുപാട് ചൂടാവും, നമുക്ക് ആ കറക്റ്റ് ഒരു ഷേപ്പും കിട്ടത്തില്ല. അപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ ഇരുന്ന്. അപ്പോൾ ഇതിൻ്റെ ഒരു ചൂടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ചെറിയൊരു ഉരുള എടുത്തിട്ട് കൈ കൊണ്ട് ഇതുപോലെ അത്യാവശ്യം പ്രസ് ചെയ്ത് കൊടുത്തിട്ട് തന്നെ നമുക്കൊന്ന് ഉരുട്ടിയിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്കിനി ഒരു ഷേപ്പ് ആക്കിയിട്ടൊന്ന് എടുക്കാം. ഇതുപോലെ കൈ വെച്ചിട്ട് ആ ഒരു ബൗണ്ടിയുടെ ഏകദേശം ഒരു ഷേപ്പ് ആക്കി നമുക്ക് ഇതുപോലെ എടുക്കാം. ഇത് കണ്ടില്ല, ഏകദേശം ഞാനൊരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഈ ഒരു പാത്രത്തിൽ ഒരു ക്ലിംഗ് റാപ്പോ അല്ലെങ്കിൽ ഒരു അലുമിനിയം ഫോയിലോ ബട്ടർ പേപ്പറോ ഇട്ടിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന ഒരു സമയത്ത് അതിൽ ഒട്ടിപ്പിടിക്കത്തില്ല. അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വളരെ കുറച്ചൊരു എണ്ണയൊന്ന് തടവിയിട്ടൊന്ന് വെച്ച് കൊടുത്താലും മതി. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ കൈ കൊണ്ടൊന്ന് ഉരുട്ടിയിട്ട് ആ ഒരു ഷേപ്പാക്കിയിട്ട് എടുക്കാം.
ഇതിപ്പോൾ കണ്ടില്ല എല്ലാം തന്നെ ഉരുട്ടി ഞാൻ ആ ഒരു ഷേപ്പാക്കി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ല നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉരുട്ടി ഒരു ഷേപ്പാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് വിട്ടൊന്നും പോകാതെ ഈ ഒരു ഉറച്ചിരിക്കുന്ന ഈ ഒരു പരുവത്തിന് തന്നെ കിട്ടണമെങ്കിൽ നമ്മളൊരു തേങ്ങ ഒരു പാലിൽ ഇളക്കിയെടുക്കുന്ന ഒരു പരുവം ലാസ്റ്റ് കറക്റ്റ് ആയിരിക്കണം. അത് കറക്റ്റ് ആയാലും ഇതുപോലെ വിട്ടൊന്നും പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഉരുട്ടി ഒരു ഷേപ്പാക്കി എടുക്കാൻ പറ്റും. ഇനി ഇത് നമുക്ക് 1 മണിക്കൂർ നേരത്തേക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. ഫ്രിഡ്ജിൽ നമ്മൾ എടുക്കുന്നതിന് ഒരു തൊട്ട് 10 മിനിറ്റ് മുമ്പ് ഫ്രീസറിലും കൂടെ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ഉറച്ചിട്ടിരിക്കും. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ ആയപ്പോഴത്തേക്കും ഇത് കണ്ടില്ല കുറച്ചും കൂടെ എനിക്ക് ഇവിടെ നിന്ന് ഉറച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് തന്നെ എടുത്ത് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് ടോട്ടൽ എടുത്തിരിക്കുന്ന ഒരു 400 ഗ്രാം മിൽക്ക് ചോക്ലേറ്റ് ആണ്. ഇത് 200 ഗ്രാമിൻ്റെ ഒരു മിൽക്ക് ചോക്ലേറ്റ് ആണ്. ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടെ എടുക്കുന്നുണ്ട്. ഇത് ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം വേറൊരു ബൗളിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. രണ്ടാമത്തേത് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചോക്ലേറ്റ് നമുക്കിനി ഡബിൾ ബോയിൽ ചെയ്തിട്ട് എടുക്കണം. ചോക്ലേറ്റ് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മിക്കവർക്ക് അറിയാവുന്നതായിരിക്കും. ഇതുപോലെ ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിരിക്കുന്ന ഈ ഒരു ബൗളില്ലേ, ഈ ഒരു ബൗളിന്റെ ഈ ഒരു അടിഭാഗം ആ ഒരു വെള്ളത്തിൽ മുട്ടരുത്. ആ ഒരു വെള്ളത്തിൽ മുട്ടാതെ വേണം നമ്മൾ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു വെള്ളം ചൂടാകുന്ന ഒരു സമയത്ത് ചോക്ലേറ്റ് മെൽറ്റ് ആയിക്കൊണ്ടിരിക്കും. നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് എല്ലാം തന്നെ എനിക്കിവിടെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. നല്ലപോലെ തന്നെ ഇളക്കി ഇത് കണ്ടില്ല ചോക്ലേറ്റ് എല്ലാം തന്നെ എനിക്ക് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഈ ഒരു സമയത്തും കുറച്ചൊന്ന് തിക്കായിട്ടായിരിക്കും ഇതിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് നല്ലപോലെ തന്നെ ഇതിലൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ തന്നെ ഒന്ന് അടിച്ചടിച്ച് കൊടുത്തിട്ട് ഈ ഒരു ചോക്ലേറ്റ് നമുക്കൊന്ന് ലൂസ് ആക്കിയിട്ട് എടുക്കണം. ഇതുപോലെ നമ്മൾ അടിച്ചടിച്ച് കൊടുത്ത ഒരു ചോക്ലേറ്റ് ഒന്ന് നമ്മൾ ലൂസ് ആക്കി എടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു കറക്റ്റ് ഷേപ്പ് ഒക്കെ കിട്ടത്തുള്ളൂ. ഒരു 6-7 മിനിറ്റോളം തന്നെ നല്ലപോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ ചോക്ലേറ്റ് ഞാനൊന്ന് ലൂസ് ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിനായിരിക്കണം കേട്ടോ ചോക്ലേറ്റ്, എങ്കിലും നമുക്കത് കറക്റ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റത്തുള്ളൂ. ഇതുപോലെ നമ്മളൊന്ന് ഒഴിച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു ഒഴുകി പോകുന്ന ഒരു പരുവത്തിന് തന്നെ ആയിരിക്കണം ചോക്ലേറ്റ് ഇരിക്കേണ്ടത്. ഇനി ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിൽ നമ്മൾ ചൂടോടെ മുക്കരുത്. ഇതിൻ്റെ ചൂട് അത്യാവശ്യം ഒന്ന് കുറഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളിത് മുക്കിയിട്ടെടുക്കാവുള്ളൂ. അപ്പോൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിൻ്റെ ഒരു ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഇത് ഓരോന്നും എടുത്തിട്ട് ഒരു ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫുള്ളായിട്ട് അതിലൊന്ന് കവർ ചെയ്യുക ഒരു ചോക്ലേറ്റ്. എന്നിട്ട് ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് തന്നെ ഒന്ന് പൊക്കിയെടുത്തതിന് ശേഷം ചെറിയതായിട്ട് ഇതിലൊന്ന് കുടഞ്ഞു കൊടുക്കുക കേട്ടോ. ഒരുപാട് ചോക്ലേറ്റ് അതിലുണ്ടാവും. അപ്പോൾ ആവശ്യമില്ലാത്തതൊക്കെ താഴേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലൊന്ന് കുടഞ്ഞു കൊടുക്കുന്നത്. ഇതുപോലെ നമ്മൾ കുടഞ്ഞു കൊടുത്തില്ലെങ്കിൽ പുറമേ ഉള്ള ഒരു ചോക്ലേറ്റിൻ്റെ ഒരു കോട്ടിങ്ങിന് ഒരുപാട് കട്ടി ഉണ്ടാവും. ഒരുപാട് കട്ടി ഉണ്ടെങ്കിൽ നമുക്കത് കഴിക്കാനും അത്ര ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ആവശ്യമില്ലാത്ത ചോക്ലേറ്റൊക്കെ ഇതുപോലെ താഴേക്ക് തന്നെ പോയതിന് ശേഷം നമ്മൾ ബൗണ്ടിയൊക്കെ കഴിക്കുന്ന സമയത്തിൻ്റെ മുകൾ ഭാഗത്ത് ചെറിയൊരു ഡിസൈൻ പോലെ ഉണ്ടല്ലോ, ആ ഒരു പെർഫെക്റ്റ് ഡിസൈൻ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റില്ലെങ്കിലും ഏകദേശം നമുക്ക് ആ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോർക്കോ സ്പൂണോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിലോ എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു തുമ്പ് വെച്ചിട്ട് ഇതിലൊന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് മുകളിലേക്ക് പൊക്കിയിട്ട് വീണ്ടും അടുത്തതിൽ പ്രസ് ചെയ്ത് മുകളിലേക്ക് പൊക്കി വീണ്ടും അടുത്തതിൽ പ്രസ് ചെയ്യുക. അങ്ങനെ കൊണ്ടുപോവുക. അപ്പോൾ നമുക്ക് ഏകദേശം ആ ഒരു ഷേപ്പ് കിട്ടും ഇതുപോലെ. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒരു ബട്ടർ പേപ്പറിലേക്ക് ഇത് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഈ ഒരു ചോക്ലേറ്റിൽ മുക്കി ആവശ്യമില്ലാത്തൊരു ചോക്ലേറ്റ് കുടഞ്ഞു കളഞ്ഞതിന് ശേഷം ആ ഒരു ഷേപ്പ് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു ബട്ടർ പേപ്പറിലേക്ക് വെച്ച് കൊടുക്കുക. ഇതുപോലെ നമ്മളൊരു ഷേപ്പ് കൊടുക്കുന്നത് ആ ഒരു ചോക്ലേറ്റ് ഉറച്ചു പോകുന്നതിന് മുമ്പ് തന്നെ കൊടുക്കണേ, എങ്കിലും നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ആ ഒരു ചോക്ലേറ്റിൽ മുക്കി ഞാൻ എല്ലാം തന്നെ ഇവിടെ എടുത്തിട്ടുണ്ട്. നമ്മൾ 14 എണ്ണമാണ് ചെയ്തിട്ടെടുത്തത്. ആ ഒരു 14 എണ്ണം ഇതുപോലെ ചോക്ലേറ്റിൽ മുക്കിയൊന്ന് ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ നേരത്തേക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഏകദേശം 1 മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ ചോക്ലേറ്റ് എല്ലാം തന്നെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു സൈഡിലെല്ലാം കുറച്ച് ചോക്ലേറ്റ് ഒലിച്ചിറങ്ങിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ കാണുമ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗിയായിരിക്കും. അപ്പോൾ എല്ലാത്തിലും തന്നെ ഒരു ബാക്കി ഒലിച്ചിറങ്ങിയ ഒരു ചോക്ലേറ്റ് നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ആ ഒലിച്ചിറങ്ങിയ ചോക്ലേറ്റ് എല്ലാം കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒരു ഷേപ്പാക്കി ഇവിടെ എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ ഏകദേശം ഒരു ഷേപ്പിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ നിങ്ങളൊന്ന് കട്ട് ചെയ്തും കൂടി കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ ഒരു ബൗണ്ടി. ഇത് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, നമ്മളൊരു കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്.
ഇത് നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു ബൗണ്ടിയാണ്. ഇതും കൂടി ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. വലിയ പാക്കറ്റ് ആയതുകൊണ്ട് ഇതിൽ 2 എണ്ണം ഉണ്ടാവും. ഇതിലൊന്ന് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, നമ്മളൊരു കടയിൽ നിന്ന് വാങ്ങിച്ചത് നമ്മൾ ഉണ്ടാക്കിയ ഒരു ബൗണ്ടിയും തമ്മിൽ ഷേപ്പിലും വലിയ വ്യത്യാസമൊന്നുമില്ല. ആ ഒരു ടേസ്റ്റ് നല്ല പക്ക കറക്റ്റ് ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊരു ബൗണ്ടി വീട്ടിലുണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ, ഇതുവരെ ഉണ്ടാക്കിയിട്ട് ശരിയായിട്ടില്ലെങ്കിൽ ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.